സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ട ഉദ്യോഗസ്ഥർ അതിൽ വീഴ്ച വരുത്തിയതാണ് അപകടത്തിനും മരണത്തിനും ഇടയാക്കിയത്. ഇത് കണക്കിലെടുത്താണ് കേന്ദ്രത്തിന്റെ ചുമതലക്കാരൻ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ആർ അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തത്. സുരക്ഷാ ചുമതലയിൽ ഉണ്ടായിരുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ സലീം, സതീഷ്, സജനി, സുമയ്യ ഷാജി എന്നിവരെയും സസ്പെൻഡ് ചെയ്തു. ദക്ഷിണമേഖല ഫോറസ്റ്റ് കൺസർവേറ്റർ ആർ കമലഹാറിന്റേതാണ് ഉത്തരവ്. ഉദ്യോഗസ്ഥ വീഴ്ചയിൽ DFO, റേഞ്ച് ഓഫീസർ എന്നിവരെ സ്ഥലം മാറ്റുമെന്ന് വനം മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. 4 വയസ്സുകാരൻ അഭിരാം അപകടത്തിൽ മരിച്ചതിന് പിന്നാലെ ഭരണപക്ഷ MLA KU ജനീഷ് കുമാർ തന്നെ ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു. ദാരുണ സംഭവം സൃഷ്ടിച്ച നടുക്കവും രാഷ്ട്രീയ സമ്മർദ്ദവുമാണ് വേഗത്തിൽ ശക്തമായ നടപടിയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത്. പ്രതിപക്ഷ സംഘടനകൾ സമരം കടുപ്പിക്കാനുള്ള സാധ്യതയും വനം വകുപ്പ് മുൻകൂട്ടി കണ്ടുവെന്ന് വേണം കരുതാൻ. ഒരു കുടുംബത്തിന് അവരുടെ എല്ലാമായ ഒരു പിഞ്ചു കുഞ്ഞിനെയാണ് നഷ്ടപ്പെട്ടത്. അടിയന്തരമായ അന്വേഷണം നടക്കണം. ജില്ലാ കളക്ടറോട് ആ കുടുംബത്തിന് വേണ്ട സഹായം അടിയന്തരമായി എത്തിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിക്കായിരുന്നു അപകടം. അമ്മയ്ക്കും ബന്ധുക്കൾക്കുമൊപ്പം ആനക്കൂട് കാണാനെത്തിയ കടമ്പനാട് സ്വദേശി അഭിരാമിനാണ് ജീവൻ നഷ്ടമായത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുള്ള മൃതശരീരം നാളെ ഉച്ചയ്ക്ക് 2-ന് വീട്ടുവളപ്പിൽ സംസ്കരിക്കും. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.